നമ്മുടെ ഭൂമിയിലെ അതിശയകരവും എന്നാൽ ഏറെ ഭയാനകവുമായ ചില ഇടങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഫ്രാൻസിന്റെ പടിഞ്ഞാറൻ തീരത്തുള്ള ഒരു പ്രത്യേക ലൈറ്റ് ഹൌസാണ്. ഒറ്റനോട്ടത്തിൽ വളരെ ചെറിയൊരു നിർമ്മിതിയായി തോന്നാമെങ്കിലും ഇതിനെ ചൊല്ലി ഇന്റർനെറ്റിൽ പ്രചരിക്കുന്ന വിവരങ്ങൾ ഏതൊരാളെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. അതായത് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്ക് വർഷത്തിൽ $2 മില്യൺ, അതായത് ഏകദേശം 17 കോടി രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നതെന്നും ദിവസേന വെറും 1 മണിക്കൂർ മാത്രം ജോലി ചെയ്താൽ മതിയെന്നുമാണ് പ്രചരിക്കുന്ന വാർത്തകൾ. കേൾക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച ജോലിയായി ഇത് തോന്നുമെങ്കിലും ഈ കണക്കുകളുടെയും ഈ പ്രശസ്തമായ ലൈറ്റ് ഹൌസിന്റെയും യഥാർത്ഥ ചരിത്രവും യാഥാർത്ഥ്യവും വളരെ വ്യത്യസ്തമാണ്. ഈ നിർമ്മിതിയുടെ പശ്ചാത്തലം അറിയണമെങ്കിൽ നമ്മൾ നൂറ്റാണ്ടുകൾക്ക് പിന്നിലെ സമുദ്രയാത്രകളുടെ കാലത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. പണ്ടുകാലത്ത് മനുഷ്യർ ചെറുബോട്ടുകളും പിന്നീട് വലിയ കപ്പലുകളും നിർമ്മിച്ച് സമുദ്രങ്ങളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയെങ്കിലും കൃത്യമായ നാവിഗേഷൻ സംവിധാനങ്ങളോ കോമ്പസോ ഇല്ലാതിരുന്നത് വലിയ ഭീഷണിയായിരുന്നു. രാത്രികാലങ്ങളിലോ മോശം കാലാവസ്ഥയിലോ തീരം കണ്ടെത്താനാകാതെ കപ്പലുകൾ പാറകളിൽ ഇടിച്ചു തകരുന്നതും ആയിരക്കണക്കിന് ആളുകൾ ജീവൻ വെടിയുന്നതും പതിവായിരുന്നു. ഈ പ്രശ്നത്തിനു പരിഹാരമായി പുരാതനകാലത്ത് ഭരണാധികാരികൾ ഉയർന്ന ഗോപുരങ്ങളിൽ തീ കത്തിച്ച് കപ്പലുകൾക്ക് വഴി കാണിക്കുന്ന രീതിക്ക് തുടക്കം കുറിച്ചു. ഇതിന്റെ തുടർച്ചയായി BC 280 ഈജിപ്തിലെ അലക്സാൻഡ്രിയയിൽ ലോകത്തിലെ ആദ്യത്തെ ലൈറ്റ് ഹൌസ് നിർമ്മിക്കപ്പെട്ടു. വൈകുന്നേരങ്ങളിൽ വലിയ തീ കത്തിച്ചിരുന്ന ഈ ലൈറ്റ് ഹൌസിന്റെ പ്രകാശം കിലോമീറ്ററുകൾ അകലെ നിന്നുപോലും കാണാൻ കഴിയുമായിരുന്നു. റോമൻ സാമ്രാജ്യത്തിന്റെ കാലത്ത് സമുദ്രവ്യാപാരം ശക്തമാക്കാൻ ഇത്തരം നിരവധി ലൈറ്റ് ഹൌസുകൾ നിർമ്മിക്കപ്പെട്ടുവെങ്കിലും പിന്നീട് റോമിന്റെ പതനത്തോടെ ഈ രംഗം ഏറെ പിന്നോട്ടുപോയി. നൂറ്റാണ്ടുകൾക്ക് ശേഷം കൊളംബസും വാസ്കോഡഗാമയും പോലുള്ള പര്യവേക്ഷകർ കടലിലേക്ക് ഇറങ്ങിയതോടെ സമുദ്രവ്യാപാരം വീണ്ടും സജീവമാവുകയും കൂടുതൽ ശക്തമായ ലാമ്പുകളും ലെൻസുകളും ഉപയോഗിച്ച് ലൈറ്റ് ഹൌസുകൾ ആധുനികവൽക്കരിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും കൃത്യമായ മുന്നറിയിപ്പ് സംവിധാനങ്ങളില്ലാതിരുന്ന പല തീരങ്ങളിലും വലിയ ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെട്ടു. പ്രത്യേകിച്ച് ഫ്രാൻസിന്റെ വടക്കൻ തീരപ്രദേശങ്ങൾ ധാരാളം പാറക്കൂട്ടങ്ങളും മോശം കാലാവസ്ഥയും ഉള്ളതിനാൽ കപ്പലുകൾക്ക് വലിയ അപകട മേഖലയായിരുന്നു. 11ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമായി നിരവധി കപ്പലുകളാണ് ഇവിടെ പാറകളിൽ ഇടിച്ചു തകർന്നത്. ഇത്രയധികം ദുരന്തങ്ങൾ ആവർത്തിച്ച സാഹചര്യത്തിലാണ് ഫ്രഞ്ച് സർക്കാർ ഈ അപകട മേഖലയിൽ ഒരു ലൈറ്റ് ഹൌസ് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ആഴക്കടലിനു നടുവിലെ കൊടുങ്കാറ്റും ഭീമാകാരമായ തിരമാലകളും കാരണം ഇവിടെ നിർമ്മാണം നടത്തുക എന്നത് അത്യന്തം ദുഷ്കരമായിരുന്നു. വർഷങ്ങളുടെ കഠിന പരിശ്രമത്തിനൊടുവിൽ വലിയ വെല്ലുവിളികളെ അതിജീവിച്ചാണ് ഈ ലൈറ്റ് ഹൌസ് യാഥാർത്ഥ്യമാക്കിയത്. എന്നാൽ ഇവിടെ ജോലി ചെയ്ത ആദ്യത്തെ കീപ്പർ ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ തന്നെ ജീവനും കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു. ഫ്രഞ്ച് തീരത്തുനിന്ന് 400-ലധികം മീറ്റർ അകലെ ആഴക്കടലിന്റെ നടുവിൽ ഏകാന്തമായി നിലകൊള്ളുന്ന ഈ ലൈറ്റ് ഹൌസിന് 48 മീറ്റർ ഉയരമുണ്ടെങ്കിലും കൂറ്റൻ തിരമാലകൾ പലപ്പോഴും ഇതിനെ പൂർണ്ണമായും വിഴുങ്ങാറുണ്ട്. മുൻകൂട്ടി യാതൊരു മുന്നറിയിപ്പുമില്ലാതെ എത്തുന്ന കൊടുങ്കാറ്റുകളും തിരമാലകളും കാരണം ഇവിടെയുള്ള ജോലിക്കാർ എപ്പോഴും മരണഭയത്തോടെയാണ് കഴിഞ്ഞിരുന്നത്. കൂടാതെ ഇവിടെ ജോലി ചെയ്തിരുന്ന പല കീപ്പർമാരും വിചിത്രവും ഭയാനകവുമായ ശബ്ദങ്ങളും രാത്രികളിൽ വാതിലിൽ മുട്ടുന്നതും തങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. നൂറുകണക്കിന് നാവികർ മരണപ്പെട്ട ഈ പ്രദേശത്ത് അവരുടെ ആത്മാക്കൾ അലയുന്നുണ്ടെന്ന് ചിലർ വിശ്വസിക്കുമ്പോൾ കഠിനമായ ഏകാന്തതയും കൊടുങ്കാറ്റിന്റെ ശബ്ദവുമാണ് ഇത്തരത്തിലുള്ള തോന്നലുകൾ ഉണ്ടാക്കുന്നതെന്ന് ശാസ്ത്രലോകം വിലയിരുത്തുന്നു. 20ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ലോകത്തിലെ മിക്ക ലൈറ്റ് ഹൌസുകളും പൂർണ്ണമായും ഓട്ടോമേറ്റഡ് സംവിധാനത്തിലേക്ക് മാറ്റപ്പെട്ടു. ഇതിന്റെ ഭാഗമായി ഈ ലൈറ്റ് ഹൌസും യാതൊരുവിധ മനുഷ്യ സാന്നിധ്യവുമില്ലാതെ പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് മാറ്റി. അതുകൊണ്ട് തന്നെ വർഷങ്ങളായി അവിടെ ആരും ജോലി ചെയ്യുന്നില്ല. ഇനി വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ വലിയ ശമ്പളത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഫ്രഞ്ച് ഗവൺമെന്റോ മറ്റ് അധികാരികളോ ഇത്തരത്തിലുള്ള ഭീർന്ന തുകയോ നിലവിൽ ഔദ്യോഗികമായി ഓഫർ ചെയ്യുന്നില്ല എന്നതാണ് സത്യം. എങ്കിലും ഈ ലൈറ്റ് ഹൌസിനെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകളും അതിസാഹസികമായ കഥകളും ഇന്റർനെറ്റിൽ ഇന്നും സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആരെയും ഞെട്ടിക്കുന്ന ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ കേവലം പണത്തിനപ്പുറം മനുഷ്യന്റെ അതിജീവനത്തിന്റെയും സാഹസികതയുടെയും പ്രതീകമായിട്ടാണ് ഈ കടൽഗോപുരം ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്.